നബിതങ്ങളുടെ ശബ്ദം വളരെ ക്ലിയറായിരുന്നു, ക്ലാരിറ്റി, ബാസ് ആൻഡ് ട്യൂൺ ഉള്ള ശബ്ദമാണ്. അത് മുത്തുമണികളെപ്പോലെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന, അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ക്ലിയറായ മഖാരിജുകളായിരുന്നു. ഇന്ന് പുസ്തകം പറഞ്ഞില്ല, കേരളക്കാരാണ് അറബി മൊഴിയുന്ന അന്യനാട്ടുകാരിൽ നിന്ന് ഏറ്റവും നന്നായി മൊഴിയുന്നവർ. അതിൻ്റെ കാരണം അറബികളിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ് കേരളക്കാർ. സ്വഹാബത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവരിൽ നിന്നാണല്ലോ പഠിച്ചത്. തങ്ങളുടെ ശബ്ദം നല്ല ശബ്ദമാണ്, ഉയർന്ന ശബ്ദമാണ്, എവിടെയും കേൾക്കാവുന്ന വിധത്തിൽ. എന്നാൽ അതൊരു വലിയ ഒരു പ്രയാസത്തോടുകൂടി ഒച്ചടന്ന് അതൊന്നുമല്ല. വളരെ ലാഘവത്വത്തോടുകൂടി തങ്ങൾ സംസാരിച്ചാലും ദൂരമുള്ളവർക്ക് കേൾക്കാം. തങ്ങൾ കാബയുടെ സമീപത്ത് നിന്ന് ഖുർആൻ ഓതുമ്പോൾ അയൽ വീടുകളിലെല്ലാം കേൾക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. തങ്ങളുടെ ഖുതുബ, മസ്ജിദിൽ നിന്ന് ഖുതുബ ഓതുന്നത് വീട്ടിലെ സ്ത്രീകൾ കേൾക്കുമായിരുന്നു. മിണ്ടാതിരുന്നാൽ ഗംഭീരം, സംസാരിച്ചാലോ സുന്ദരം. അതാണ് തങ്ങളുടെ ഒരു പ്രകൃതം.